2020 ലോകകപ്പ് പോരാട്ടത്തിന് മൈറ്റി ഓസീസ് ഇനിയില്ല. ഇത്തവണ ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കാൻ കഴിയാതെയാണ് കങ്കാരുപ്പട പുറത്തായത്. താരതമ്യേന മോശമല്ലാത്ത ടീമായിരുന്നിട്ടും സിംബാബ്വേയോട് തോറ്റു. ജീവൻ മരണ പോരാട്ടത്തിൽ ശ്രീലങ്കയോടും തോൽവി. ഓസീസ് പരാജയം ക്രിക്കറ്റ് ആരാധകരിൽ ചിലരെ വിഷമിപ്പിക്കുന്നുണ്ട്, മറ്റു ചിലർക്ക് സന്തോഷമാണ്. ഓസീസ് തോറ്റപ്പോൾ കരുത്തരായ സിംബാബ്വെ പുനർജനിച്ചു എന്നതാണ് ആ സന്തോഷത്തിന് ഒരു കാരണം. ഇഷ്ട ടീമുകൾക്കെതിരിടാൻ ഓസീസ് കരുത്തിനിയില്ലല്ലോ എന്നതും ചിലർക്ക് ആശ്വാസമാണ്. എന്നാൽ ഇത് ഇത്തവണത്തേക്ക് മാത്രമാണ്. മൈറ്റി ഓസീസ് തിരിച്ചു വരിക തന്നെ ചെയ്യും. ചരിത്രമൊന്ന് പരിശോധിച്ചാൽ ആ കഥ മനസ്സിലാകും. ഡോൺ ബ്രാഡ്മാൻ എന്ന നൂറ്റാണ്ടുകളുടെ ക്രിക്കറ്റ് ഇതിഹാസം മുതൽ തുടങ്ങുന്നതാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രം. 70കളിൽ കരീബിയൻ ടീമിന് ക്രിക്കറ്റ് ലോകത്ത് ആധിപത്യമുണ്ടായിരുന്നപ്പോഴും ഓസീസ് പോരാട്ടം വേറിട്ട് നിന്നിരുന്നു. 1975 പ്രഥമ ലോകകപ്പിൽ തന്നെ ഓസ്ട്രേലിയ ഫൈനൽ കളിച്ചിരുന്നു. ചാപ്പൽ സഹോദരന്മാർ, റോഡ് മാർഷ്, ജെഫ് തോംസൺ, ഡെന്നിസ് ലില്ലി തുടങ്ങിയ മഹാരഥന്മാർ അക്കാലത്ത് ഓസീസ് ടീമിലുണ്ടായിരുന്നു. 1987 ഓസ്ട്രേലിയ ആദ്യമായി ലോക കിരീടം സ്വന്തമാക്കി. അലൻ ബോർഡർ നായകനായ ടീമിൽ ജെഫ് മാർഷും സ്റ്റീവോയും ഉൾപ്പെട്ടിരുന്നു. വരാനിരിക്കുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് യുഗമാണ് എന്നതിൻ്റെ തുടക്കമായിരുന്നു ഈ കിരീട നേട്ടം. 1996 ഓസീസ് വീണ്ടും ഒരു ലോകകപ്പ് ഫൈനൽ കളിച്ചത്. അന്ന് ലങ്കയോട് തോറ്റ് കിരീടം നഷ്ടമായി. പക്ഷെ പിന്നീട് ഓസ്ട്രേലിയൻ ടീമിനെ തടയാൻ ലോകത്ത് മറ്റൊരു ക്രിക്കറ്റ് ശക്തി ഉയർന്നു വന്നില്ല. മാർക്ക് ബോ, ആദം ഗിൽക്രിസ്റ്റ്, മാത്യു ഹേഡൻ, റിക്കി പോണ്ടിംഗ്, സ്റ്റീവോ, മൈക്കൽ ബെവൻ, ഡാമിയൻ മാർട്ടിൻ, ആൻഡ്രൂ സൈമൺസ് എന്നിങ്ങനെ പ്രതിഭകൾ മാത്രം അടങ്ങുന്ന ഒരു ബാറ്റിംഗ് നിര. ഗ്ലെൻ മഗ്രാത്ത്, ബ്രെറ്റ് ലീ, ജേസൺ ഗില്ലസ്പി, ഷെയ്ൻ വോൺ, ഡാനിയൽ ഫ്ലെമിംഗ് എന്നിങ്ങനെ എന്തിനും പോകുന്ന ഒരു ബോളിംഗ് നിര. 1999, 2003, 2007 തുടർച്ചയായ 3 ലോക കിരീടങ്ങൾ ഓസ്ട്രേലിയ സ്വന്തമാക്കി. തലമുറകൾ മാറുന്നത് ഓസീസ് ക്രിക്കറ്റിനെ ബാധിച്ചില്ല. തോൽവിയറിയാതെ 34 മത്സരങ്ങൾ. ഒടുവിൽ 2011 റിക്കി പോണ്ടിംഗ് എന്ന വൻമരത്തെ വീഴ്ത്തി ഇന്ത്യ ഓസ്ട്രേലിയൻ കുതിപ്പിന് അവസാനം കുറിച്ചു. പക്ഷേ അവിടെ തീർന്നെന്ന് കരുതിയവർക്ക് തെറ്റി. 2015 മൈക്കൽ ക്ലാർക്കിന്റെ ടീം ഏകദിന ലോകകപ്പ് തിരിച്ചു പിടിച്ചു. ഡേവിഡ് വാർണർ, സ്റ്റീവ് സ്മിത്ത്, ഗ്ലെൻ മാക്സ്വെൽ, മിച്ചൽ സ്റ്റാർക്ക് എന്നിങ്ങനെ ഒരു യുവനിര ഓസീസ് ടീമിൽ ഉയർന്നു വന്നു. അവിടെയും ഓസീസ് ചരിത്രം അവസാനിക്കുന്നില്ല. 2023 തുടർച്ചയായ 2 തോൽവിയോടെ തുടങ്ങിയ പാറ്റ് കമ്മിൻസിന്റെ ടീം പിന്നീട് വിജയ കുതിപ്പുകൾ. അഹമ്മദാബാദിലെ വലിയ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ഇന്ത്യൻ ആരാധകരെ നിശബ്ദരാക്കി കമ്മിൻസിന്റെ ഓസ്ട്രേലിയൻ ടീം ഏകദിന ക്രിക്കറ്റിന്റെ 6ാം രാജാക്കന്മാർ. ചരിത്രത്തിൽ മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്ത അത്ര വലിയ നേട്ടം. ഏകദിന ലോകകപ്പ് സ്വന്തമാക്കുമ്പോഴും 2020 ക്രിക്കറ്റ് ഒറ്റത്തവണ മാത്രമേ ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടുള്ളൂ. 2021 ആരോൺ ഫിഞ്ചിന്റെ ടീം ചരിത്രമെഴുതി. പക്ഷേ സമീപകാലത്ത് ഓസ്ട്രേലിയ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമല്ല പുറത്തെടുക്കുന്നത്. എങ്കിലും ഒന്നുറപ്പാണ്, ഓസ്ട്രേലിയ ഈസ് ഓൾവേസ് ഓസ്ട്രേലിയ. മൈറ്റി ഓസീസ് പൂർവാധികം കരുത്തോടെ തിരിച്ചു വരുന്ന ദിവസങ്ങൾ ഒരുപാട് അകലെയല്ല.